കണ്ടോ എന്തോരം പാടിയാലും. ഓക്കെ, ഇതിൻ്റെ എല്ലാം ഇൻ്റർപ്രിറ്റേഷൻ വന്നു കഴിയുമ്പോഴാണ് ഇത് കൂടുതൽ ആസ്വാദ്യകരമാകുന്നത്. അത് ഇനിയും പറയാൻ സമയമായിട്ടില്ല. നമ്മൾ ഈ ജ്ഞാനത്തിൻ്റെ കംപ്ലീറ്റ് ആകട്ടെ, എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറാം. ഇനി ഈ 16-ാം സങ്കീർത്തനം വിശദീകരിക്കണം, 19-ാം സങ്കീർത്തനം വിശദീകരിക്കണം. അതെല്ലാം വിശദീകരിച്ച് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, എൻ്റെ ദൈവമേ, എന്താണ് ഈ സങ്കീർത്തനത്തിൻ്റെ ഉള്ളിൽ ഉള്ള ആശയപ്രപഞ്ചം. ഭയങ്കര വലിയ രഹസ്യങ്ങളാണ് ഇതിനകത്ത് ഓരോന്നിലുള്ളത്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത്, ഇഷ്ടമായ അവകാശം. ചായ കൊണ്ട ചായ. ഓക്കെ, നമ്മളിപ്പോൾ വീണ്ടും ജ്ഞാനം 7-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലെങ്കിൽ ആ ട്രാക്ക് വിട്ടുപോകും. എനിക്ക് വലിയ ആഗ്രഹമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളത്. പക്ഷേ 7-ാം അധ്യായം ആണ്, ജ്ഞാനം 7-ാം അധ്യായമാണ്. ഒരു നിധിയാണത്, നിധി. ഇപ്പം നമ്മൾ 7:12 പറഞ്ഞു, അവളാണ് അതിൻ്റെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല. ഇപ്പം ഇതെല്ലാം ഈ പൗലോസ്ലീഹയുടെ മാതിരിയാണ്. ഈ സോളമൻ പറയുന്നത് ഒരു ടെസ്റ്റ് മണി മാതിരിയാണ്. പൗലോസ്ലീഹ തിയോളജി പഠിപ്പിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടെസ്റ്റ് മണി പോലെയാണ്. അമ്മയ്ക്ക് അൽമത്തോടല്ലേ, ഞാൻ അതിന് സ്വിച്ച് ഉണ്ടോ? ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കും. പൗലോസ്ലീഹ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് എൻ്റെ ബലഹീനത. കണ്ടോ, ആളുടെ കാര്യം പറയണത് അല്ലേ? ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ബലഹീനത മാറ്റണേ, എൻ്റെ മുള്ളു മാറ്റണേ. കർത്താവ് പറഞ്ഞു വേണ്ട, നിനക്ക് അത് അവിടെ ഇരിക്കട്ടെ. എല്ലാം ഒരു ടെസ്റ്റ് പണി പോലെയാണ്. അതുപോലെ തന്നെ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ നന്മ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, എന്നാൽ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ചെയ്തു പോകുന്നത്. കേട്ടോ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമായി. പൗലോസ്ലീഹയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താ? ആശ്വാസം മാത്രമല്ല, രഹസ്യങ്ങളാണതെല്ലാം. വളരെ വർഷത്തെ ജീവിതാനുഭവത്തിൽ നിന്നാണത് പറയണത്. എന്ന പോലെയാണ് സോളമൻ പറയണത്, ഇത്രയും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് അതുവരെ എനിക്കിത് മനസ്സിലായില്ല എന്ന് കൺഫസ് ചെയ്യല്ലേ, അതുവരെ എനിക്കിത് മനസ്സിലായില്ല. അവളാണ് ഇതിൻ്റെ എല്ലാം ജനനി, അവളാണ് ഇതിൻ്റെ എല്ലാം ജനനി. അതൊരു ഭയങ്കര കാര്യമാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനിത് പറഞ്ഞെന്ന് വിചാരിച്ച് ഇപ്പോഴും നമുക്ക് പലർക്കും ഇത് മനസ്സിലാവണമെന്നില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മൾ കുറേ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് ഒരു ദിവസം രാത്രി നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പോൾ മനസ്സിലായെന്ന് പറയും. എൻ്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഇത് സ്ഥിരം അനുഭവമാണ്. ഞാൻ രാത്രി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇപ്പോൾ മനസ്സിലായെന്ന് പറയും. അപ്പോൾ ആൾ പറയുന്നത് പെട്ടെന്ന് കിടന്ന് ഉറക്കുന്നത്, മനുഷ്യനെ ഉറക്കുന്നില്ല. ഞാൻ പറഞ്ഞു നീ അങ്ങനെ പറയല്ലേ. എന്നിട്ട് ഉടനെ ബൈബിളൊക്കെ എടുത്ത് തുറന്ന് നോക്കി ആ കണക്ഷൻ, ഈ കണക്ഷൻ CCC എടുത്ത് വായിക്കുമ്പോൾ അതൊക്കെ എടുത്ത് അതാണല്ലേ അതിൻ്റെ അർത്ഥം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇങ്ങനെ ഒരു പൂ വിരിഞ്ഞ് വരുന്ന മാതിരി അതിങ്ങനെ വരും. അപ്പോൾ ഞാൻ നടക്കണ നേരത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വത്സ ചോദിക്കും എന്ത് പറ്റി, വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ നമ്മളുടെ നമ്മൾ വേറൊരു ലോകത്തിലാണ്. നമ്മൾ വേറെ ലോകത്തിലാണ്. ഏത് ലോകത്തിലാണ്? എൻ്റെ ദേശം ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ, അക്കരെയാണ് ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്.
എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. നിങ്ങൾ ശരിക്കും നമ്മളുടെ ആയിട്ട് സിങ്കായിന്ന് തോന്നുന്നുണ്ട് ഇല്ലേ? എൻ്റെ ഈ ആശയങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റ് വല്ലതും ഉണ്ടോ? കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ മാറ്റിക്കോളാം. അത് കാരണം ഞാനിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ചാറ്റൽ മഴ മാതിരി ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ തരികയാണ്. കഷായം കുടിക്കുന്ന മാതിരി നിങ്ങളിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ 7-ാം അധ്യായത്തിൽ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്, ഇപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞതോടുകൂടി അവളാണിതിൻ്റെ ജനനി എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഇനി പറയാൻ പോണത് ഒരു വേറെ സ്റ്റേജാണ്. ജ്ഞാനത്തിൻ്റെ ഒരു മിസ്റ്റീരിയസ് സ്റ്റേജിനെ കുറിച്ചാണ്, ഒരു മിസ്റ്ററി. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു പ്രാരംഭകാലമുണ്ട്, പിന്നെ ഒരു വിസ്മയനീയമായ ഘട്ടമുണ്ട്. ഇപ്പോൾ പൗലോസ്ലീഹ 1 കൊരിന്ത്യസ് 13:10 പറയുന്നുണ്ടല്ലോ, ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ നമ്മൾ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരം ചെയ്തു. എന്നാൽ പ്രായപൂർത്തിയായപ്പോൾ ശിശു സഹജമായവ വെടിഞ്ഞു. ഇല്ലേ? പൂർണ്ണമായവ വരുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി. എന്നാൽ പ്രായപൂർത്തി വന്നപ്പോൾ ശിശു സഹജമായവ ഞാൻ കൈവിടിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രധാന പോയിന്റ് ഇതാണ്: പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. ഇത് വലിയൊരു കോൺസെപ്റ്റാണ്. നമ്മളെപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. നമ്മളിൽ അപൂർണത ഉണ്ട്, പക്ഷേ ഈ അപൂർണത എങ്ങനെ പോകും? നമ്മൾ ഈ അപൂർണത കളയാൻ നോക്കിയാൽ പോകില്ല, മറിച്ച് അത് എങ്ങനെ പോകും? പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായത് താനേ പോകും. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വിൻഡോസ് 10 വന്നിരിക്കുന്നു, ഓട്ടോമാറ്റിക് ഡൗൺലോഡ്. അപ്പോൾ വിൻഡോസ് 8 ഓൾറെഡി പോയി, അപ്ഗ്രേഡ് ചെയ്തു. അപ്ഗ്രേഡ് ചെയ്തു? വിൻഡോസ് 10 തന്നെ താൻ അപ്ഗ്രേഡ് ചെയ്തു. ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയപ്പോൾ താനേ മറ്റത് പോയി എന്ന പോലെ പാമ്പിന് പുതിയ തുകൽ വന്നപ്പോൾ പഴയത് താനേ പോയി. പടം പൊഴിയണമെന്ന് പറഞ്ഞില്ലേ? എന്ന മാതിരി ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ആത്മീയതയിൽ മുഴുവനും, ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. നമ്മളിൽ പല ജ്ഞാനവും പല രീതിയിലും പലതും നമ്മൾ മനസ്സിലാക്കി വച്ചിരുന്നു. ആ മനസ്സിലാക്കുകളെല്ലാം അപൂർണമായിട്ടുള്ളവയായിരുന്നുവെങ്കിൽ പൂർണ്ണമായവ വന്നു കഴിയുമ്പോൾ അപൂർണമായവ താനേ പോയിക്കോളും. ഇനി നീ വിട്ടോ, ഇങ്ങോട്ട് കൊടുത്തുണ്ട്, ഞാൻ ചെയ്തോളാം, അവിടെ പോയിരുന്നോ, നിന്ന് കാല് കഴിച്ച് കാണും പാവും. ഓക്കെ. അപ്പോൾ ജ്ഞാനത്തിൻ്റെ വിഷയത്തിൽ സോളമൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വെറും ഒരു പ്രാരംഭമാണ്, ഒരു പ്രൈമറി സ്കൂൾ മാത്രമാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഹൈസ്കൂളും ഗ്രാജുവേഷനിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ് നമ്മൾ. മനസ്സിലായിക്കോട്ടോ? ഭയങ്കര രസമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. 7:13-14 വായിച്ചോളൂ. 7:13-14 വായിച്ചോളൂ. കാപട്യമെന്നേ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു, വൈമനസ്യമെന്നേ അത് പങ്കുവെച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു വയ്ക്കുന്നില്ല. അത് നിങ്ങൾക്ക് ശരിക്കും കേൾക്കേണ്ടത് തന്നെയാണ്. ജ്ഞാനത്തിൻ്റെ ഒരു ഇൻഹറൻറ്റ് ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ വൈമനസ്യം എന്നെ അത് പങ്കുവെക്കാനുള്ള ഒരു ധൃതി ഉണ്ടാവും. അതാണ് നിങ്ങൾക്കില്ലാത്തത്. ജ്ഞാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് അത് രണ്ടാളോട് പറയണം, അപ്പോഴേ നമുക്കത് കൂടുള്ളൂ.
ഇത് പറയുമ്പോൾ ഇച്ചിരി എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. സാരമില്ല, നമുക്ക് സമയമുണ്ടല്ലോ. രാത്രിയൊക്കെ നമുക്ക് ഇച്ചിരി കൂടുതൽ പോയാലും കുഴപ്പമില്ലല്ലോ. ഇന്നലെ എന്നോട് ഭാര്യ പറഞ്ഞു, ഇത്രയും നേരം സിസ്റ്റർമാർ അവിടെ ഇരുത്തി, അവരൊക്കെ ടയേർഡായി, എന്തിനാണ് ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ അവസാനിപ്പിച്ചുകൂടെ? ഞാൻ പറഞ്ഞു 8:30-9 മണിക്ക് അവസാനിപ്പിക്കണോ? നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ? കേട്ടോ കേട്ടോ. ഈ വിശുദ്ധ നാട് നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നമ്മുടെ ബൈബിളിൻ്റെ പുറകുവശത്തുണ്ടത്. ബൈബിളിൻ്റെ പുറകുവശത്ത് ഒരു മാപ്പുണ്ട്, ഹോളി ലാൻഡ് തൊട്ട്. അവിടെ സന്ദർശിച്ചാൽ മതി. ടി വിയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബൈബിളിൻ്റെ പുറകുവശത്തുള്ള ആ മാപ്പ് ഒന്ന് തുറന്ന് നോക്കിയേ. വിശുദ്ധ നാടിനെ കുറിച്ചുള്ള ഒരു മാപ്പാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് 2 തടാകങ്ങൾ കാണാം. ഒന്ന് ഡെഡ് സീ, അത് താഴെ കാണുന്നത്, മുകളിൽ ഗലീലി കടൽ. എന്നാൽ ഇതിന് നടുവേ വരുന്ന ഒരു റിവർ ജോർദാൻ. തുറന്നു നോക്കിയോ, കണ്ടോ? റിവർ ജോർദാൻ. റിവർ ജോർദാൻ ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ റിവർ ജോർദാൻ കാണുന്നു. താഴെ സൗത്തിൽ ഡൗണിൽ ഡെഡ് സീ, മുകളിൽ ഗലീലി കടൽ. നോക്കി, ഇത് രണ്ടിലും വെള്ളം വരുന്നത് എവിടെ നിന്നാണ്? ജോർദാൻ നദിയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ഒന്നിൽ ചാവുകടൽ എന്നും ഒരു ജീവിയില്ല, ഗലീലി കടലിലാണെങ്കിൽ ഫുൾ ഓഫ് ലൈഫ്? കണ്ടല്ലേ? കണ്ടോ ഇല്ലയോ? ഇത് വളരെ നല്ല ഒരു പ്രതീകമാണ്. പ്രത്യേകിച്ച് പാരീഷുകളിലൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. പറയാൻ വേണ്ടിയല്ല, ഇത് അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് അവിടെ പറയാം, നല്ലൊരു കാര്യമാണെന്നൊക്കെ നിങ്ങൾ കുറിച്ചിട്ടോ. പക്ഷെ ആദ്യം നമ്മളിൽ അപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണ് ഗലീലി കടലിൽ ഇത്ര ശക്തമായ ജീവൻ, എന്തോരം പുതുവെള്ളം, മത്സ്യങ്ങൾ, എന്നാൽ ചാവുകടൽ ഒരു പൂച്ചുട്ടി മത്സ്യം പോലുമില്ല? ഓക്കെ, സമയം ഇല്ലാത്തതിൻ്റെ പേരിൽ വേഗം ഞാൻ പറയാം. ഒന്ന്, ചാവുകടലിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകുന്നില്ല. ഇറ്റ് ഹാസ് നോ ഔട്ട്ലെറ്റ്സ്. അത് സീ ലെവലിൽ നിന്നും ഏതാണ്ട് 800 മീറ്റർ താഴെയാണ്, ബിലോ സീ ലെവലാണ്. എന്നാൽ ഗലീലി കടൽ സീ ലെവലിൽ നിന്നും 800 മീറ്ററോ 600 മീറ്ററോ ഉയരത്തിലാണ്. ഗലീലി തടാകത്തിൽ നിന്ന് തോടുകളിലൂടെ, നദികളിലൂടെ ധാരാളം വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. സോ ഇറ്റ് ഹാസ് ഔട്ട്ലെറ്റ്സ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ ധാരാളം പുതുവെള്ളം വരുന്നു. കൊടുക്കുന്നില്ലെങ്കിലോ സ്റ്റാഗ്നൻ്റ് ആയിട്ട് കിടക്കുന്നു, ഡെഡ് സീ. അപ്പോൾ ഞാനൊക്കെ ഒരു 40 വയസ്സ് വരെ ഒരു ഡെഡ് സീ ആയിരുന്നു. 40 വയസ്സായപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകം കിട്ടിയപ്പോഴാണ് മനസ്സിലായത്, ഈ വരദാനങ്ങളൊക്കെ എന്നിലുണ്ട്. ഞാൻ എല്ലാവർക്കും കൊടുക്കണം, പറയണം, പ്രഘോഷിക്കണം, മറ്റുള്ളവരോട് എനിക്ക് കിട്ടിയതൊക്കെ ഉടനെ കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്തായി മാറി? ഞാൻ ഗലീലി തടാകം പോലെ നിറച്ചു മത്സ്യങ്ങൾ, പുതുവെള്ളം. നിങ്ങൾ ആത്മശോധന ചെയ്ത് നോക്കിക്കോ, നിങ്ങൾ ഏത് തടാകമാണെന്ന്. നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. കൊടുക്കുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോ സ്റ്റാഗ്നന്റ് വാട്ടർ. ഇത് ശരിക്കും ഒരു പ്രിൻസിപ്പിളാണ്. നമുക്ക് എന്ത് ജ്ഞാനം കിട്ടുന്നുവോ അത് നമുക്ക് വേണ്ടി അല്ലാതെ, അത് യഥാർത്ഥമായ ഒരു ജ്ഞാനമാകുന്നത് അത് മറ്റുള്ളവർക്ക് പകരുമ്പോഴാണ്. സോളമൻ തന്നെ പറയുന്നില്ലേ, ഞാനിത് മുഴുവനും നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഈ ജ്ഞാനത്തെക്കുറിച്ച് ഞാൻ മുഴുവനും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ പണ്ട് എൻജിനീയർ ആയിരുന്നപ്പോൾ തുടക്കത്തിൽ ഒരു ജോലി ചെയ്യാനായിട്ട് എന്നോട് എൻ്റെ ബോസ് പറഞ്ഞപ്പോൾ എനിക്കത് ശരിക്കും അറിയില്ലായിരുന്നു.
ഞാനിപ്പോൾ എൻ്റെ ഒരു സൂപ്പർവൈസർ ഒരു സർദാർജിയോട് ചോദിച്ചപ്പോൾ സർദാർജി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാൽ ഇത് പഠിച്ചത്, അത് ഞാനങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞു തരില്ല എന്ന്. അയാൾ പറഞ്ഞു തന്നില്ല, അത് പറഞ്ഞു തന്നില്ല. എനിക്ക് വാശിയായി. ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാനത് ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ ഇവൻ നോക്കാണ്, നിനക്ക് ആര് പറഞ്ഞു തന്നടാ? ഞാൻ പറഞ്ഞു, നീ പറഞ്ഞു തന്നില്ലെങ്കിലും എനിക്കുണ്ട് കിഡ്നി അറിയാൻ. അപ്പോഴാണ് അവനാകെ നമ്മൾക്കറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഉടനെ. അതൊരു ജ്ഞാനത്തിൻ്റെ പ്രവർത്തനമാണ്. ഇനി വായിച്ചൊന്ന് 13. വൈമനസ്യമെന്നെ കാപട്യമെന്നെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു, വൈമനസ്യമെന്നെ അത് പങ്കുവച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു വെക്കുന്നില്ല. ആ സമ്പത്ത് ഞാൻ മറച്ചു. അത് ഓക്കെ. ഇനി അടുത്ത വചനമാണ് 7, 14, 15. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവളെ അതിന് യോഗ്യരാക്കുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. ഒന്നുകൂടി വായിച്ചെല്ലാവരും. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവളെ അതിന് യോഗ്യരാക്കുന്നു. ഇത് മാത്രം വലിയൊരു ആശയമാണ്. ജ്ഞാനം അക്ഷയനിധിയാണ്. ഒന്നാമത്തെ പോയിന്റ്. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയും. ഇല്ലേ? നമ്മളിൽ അക്ഷയമായിട്ടുള്ള നമ്മുടെ ആത്മാവാണ്. ഇല്ലേ? അക്ഷയമായിട്ടുള്ള നമ്മുടെ ആത്മാവാണ്. അക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാലും മരിക്കുന്നില്ല. എന്താണ് മരണം? അത് ഈ സബ്ജക്റ്റ് വേറെ ഉണ്ട്. ഇത്ര മാത്രം മനസ്സിലാക്കുക. ഇപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ ഒരു സാഡ് അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ അവസ്ഥയൊന്നുമല്ല. മരണം എന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും തമ്മിൽ വേർപെടുന്നു. ശരീരം മണ്ണിലേക്ക് പോകുന്നു. ആത്മാവ്, അക്ഷയമായ ആത്മാവ് ദൈവത്തിലേക്ക് പോകുന്നു. ഈ മണ്ണിലേക്ക് പോയ ശരീരം ഇപ്പോൾ മർത്യമാണെങ്കിലും അന്ത്യദിനത്തിലുള്ള ഉത്ഥാനത്തിൽ ആ മർത്യ ശരീരം അമർത്യ ശരീരമായി മാറി അക്ഷയമായ നമ്മുടെ ആത്മാവുമായിട്ട് പിന്നീട് ഒന്നാകും. ഒന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് കരഞ്ഞ് ബഹളുണ്ടാക്കാണ്. എൻ്റെ പ്രിയപ്പെട്ട അമ്മ കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം ദുഃഖസമേതം അറിയിക്കുന്നു. ഇതിൽ ദുഃഖിക്കേണ്ട ആവശ്യം എന്താ? കറുത്ത ബ്ലാക്ക് കൊടിയും ബ്ലാക്ക് എല്ലാം കാണിച്ചു. ഇതെല്ലാം അന്ധവിശ്വാസമാണ്. കറുത്ത അക്ഷരം കൊണ്ടൊരു കുറിയൊക്കെ അടിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം ദുഃഖസമേതം അറിയിക്കണം. എന്തിനാ ദുഃഖം? ഇവിടെ ഇത് സന്തോഷമാകണം. നമുക്ക് എപ്പോഴാണ് ഇത് സന്തോഷമാകുന്നത്? ജ്ഞാനമുണ്ടാകുമ്പോൾ. അതായത് ഈ മരണം എന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രമോഷനാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ഘട്ടം കഴിഞ്ഞു. അവൻ പരലോക ജീവിതത്തിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കൊച്ചു ത്രേസ്യെല്ലാം പറഞ്ഞത് എന്താണ്? കൊച്ചു ത്രേസ്യ മരിക്കുന്ന സമയത്ത് അടുത്തുണ്ടായിരുന്ന സിസ്റ്റർമാരെല്ലാം കരയണം. നിങ്ങൾ എന്തിനു കരയണേ? ഞാൻ മരിക്കുകയല്ല, ഞാൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഇപ്പോഴേ ഉണ്ടാകേണ്ട ഒരാശയം ഇതാണ്: നമ്മൾ ഒരു ദിവസം
അക്ഷയമായ നിത്യജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇപ്പോൾ എനിക്ക് കൊച്ചേസിയുമായിട്ട് ഭയങ്കര ഒരു അടുപ്പുണ്ട്. കാരണം ഞാൻ ഒരുപാട് ദിവസങ്ങൾ ലിസ്യുവിൽ ഗ്രാമത്തിൽ താമസിച്ച് കൊച്ചു ത്രേസ്യയുടെ വീട്ടിലും താമസിച്ചിട്ടുണ്ട്, അവരുടെ ആ മഠത്തിലും താമസിച്ചിട്ടുണ്ട്. അവരുടെ വലിയ കൊവൻ അവിടെ ഒരു ഗ്രാമത്തിൽ വീടെടുത്ത് താമസിച്ച് അവിടെ ഒരുപാട് നാൾ നിന്ന് പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലെ ഒരു സംഭവത്തിൻ്റെ ഒരു ഫിലിം ഞാൻ ഉണ്ടാക്കിയിട്ട് അത് ഇന്ന് രാത്രി കാണിച്ചു തരാം കേട്ടോ. കൊച്ചു ത്രേസ്യയും ഫ്രാൻസിനെയും എങ്ങനെ രക്ഷിച്ചു എന്നുള്ളതിൻ്റെ ഒരു കഥ നടന്ന സംഭവമാണ്. അതിൻ്റെ ഒരു അനിമേഷൻ ഫിലിം അവിടെ ഇരുന്ന് കഥ എഴുതി ഗവേഷണം നടത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ കൊച്ചു ത്രേസ്യ എല്ലാം മരിച്ചോ ജീവിച്ചോ? എന്താണിപ്പോൾ അവരുടെ അവസ്ഥ? അവർ ജീവിക്കുന്നോ? ജീവിക്കുന്നു. അവർ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ മരണം നമ്മുടെ പ്രവൃത്തിക്ക് ഒരു തടസ്സം ഉണ്ടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതാണ് സിസ്റ്റർ ടെറസിൽ ഞാൻ മുമ്പേ പറയാറുള്ളൊരു കാര്യം കോട്ട് ചെയ്തിട്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞാലാണ് ഗോതമ്പ് മണി അഴുകിക്കഴിയുമ്പോൾ അത് മുളച്ച് ബലം പുറപ്പെടുവിക്കും. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ പ്രവർത്തനം തുടങ്ങുന്നത്. ഇവിടെ ഈ 19 വർഷത്തെ ജോലിയൊന്നും വലിയ ജോലിയൊന്നും അല്ല. എന്താ ഈ കേൾക്കണേ? കൊച്ചു ത്രേസ്യ അതുകൊണ്ടാണ് വേഗം മരിക്കാം, എന്നെ വേഗം അങ്ങോട്ട് കൊണ്ടുപോ. കൊച്ചു ത്രേസ്യ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ 3-4 വയസ്സിൽ അമ്മ മരിച്ചു എന്നല്ലേ പറഞ്ഞേ? എത്ര വയസ്സിലാണ് അമ്മ മരിച്ചേ? 3.5 അല്ലേ? 4 വയസ്സ്. അപ്പോൾ ഈ മരിക്കണതിന് കുറച്ച് മുമ്പൊക്കെ ഒരു 3-3.5 വയസ്സിലൊക്കെ അമ്മ കിടന്നിങ്ങനെ വേദനിക്കണ കാണുമ്പോൾ 3 വയസ്സുള്ള കൊച്ചമ്മയോട് പറയാണ്, അമ്മ എന്തിനിങ്ങനെ കിടന്ന് വിഷമിക്കണേ? അമ്മ മരിച്ച് വേഗം സ്വർഗത്തിൽ പോയിക്കൂടെ? നിങ്ങൾ ഇത്രയും പ്രായമായ കന്യാസ്ത്രീ അമ്മമാരാരെങ്കിലും ഇങ്ങനെ പറയോ? അമ്മയോട് പറയോ? അമ്മ വേഗം മരിച്ച് സ്വർഗത്തിൽ പോകാൻ പറയോ? എങ്ങനെയെങ്കിലും മരിക്കാതിരിക്കാൻ നമ്മൾ വെന്റിലേറ്ററൊക്കെ വെച്ചിങ്ങനെ നീട്ടിക്കൊണ്ട് നടക്കണം. വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. ഇത്രപ്പെടുത്ത ആശുപത്രികളുടെയും ആവശ്യമില്ല. മരിക്കണവർ വേഗം മരിച്ചു പോട്ടെ. അപ്പോൾ മരണത്തെക്കുറിച്ച് മരിച്ചു കഴിഞ്ഞാൽ നേട്ടമാണെന്ന് മനസ്സിലായാലല്ലേ വേഗം മരിക്കാൻ പറയുള്ളൂ. നമ്മൾ മരിക്കണവരെ മരിക്കാൻ സമ്മതിക്കാണ്ട് ഉള്ള മരുന്നെല്ലാം കൊടുത്ത് എങ്ങനെയെങ്കിലും നീട്ടി അവരെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. പെട്ടെന്ന് മരിച്ച് സ്വർഗത്തിൽ പോകണം. ഈ വിശുദ്ധരൊക്കെ എന്ത് ചെയ്തു പറയും? കൊച്ചു ത്രേസ്യ 23-24 വയസ്സ് മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അവസാനിച്ചോ? അവരുടെ ജീവിതം കൂടുതൽ ശക്തമായി. ഫ്രാൻസിസ് അസീസി എത്ര നാൾ ജീവിച്ചു? 46 വയസ്സിൽ പോയി. ഇന്നും ഫ്രാൻസിസ് ജീവിക്കുന്നുണ്ടോ ഇല്ലയോ? ജീവിക്കുന്നു മാത്രമല്ല, ആളൊരു മാർപ്പാപ്പേനെ വരെ അങ്ങ് ഏറ്റെടുത്തില്ലേ? എന്ത് ശക്തമായ പ്രവർത്തനം! ഈ അന്തോണീസ് 36 വയസ്സിൽ മരിച്ചു. അന്തോണീസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അത്ഭുതങ്ങൾ നടത്തുന്നുണ്ടോ? 1-ാമത്തെ വർഷത്തിൽ തന്നെ വിശുദ്ധനായി. ഒറ്റ വർഷം കൊണ്ട് സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 32 വർഷം കഴിഞ്ഞ് അന്തോണീസിന്റെ കബറിടം തുറന്നപ്പോ ആ നാവ് പെടക്കിയായിരുന്നു. അഴുകാതിരിക്കുന്നു നാവ്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് ക്രിസ്ത്യാനി. അല്ലാണ്ട് ജീവിക്കുന്ന കാലത്ത് നടത്തുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു സൂചനകൾ മാത്രമാണ്. യഥാർത്ഥമായ നമ്മുടെ ജോലി ആരംഭിക്കുന്നത് ഗോതമ്പ് മണി അഴുകിക്കഴിഞ്ഞ് ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ്. ആ ഒരു മണിയിൽ നിന്ന് 1000 മണികൾ വരുന്നു. ഈ അർത്ഥത്തിൽ വേണം ഈ വചനത്തെ മനസ്സിലാക്കാൻ. ഈ ജ്ഞാനം അക്ഷയമായ ഒരു നിധിയാണ്. അത് സമ്പാദിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. സൗഹൃദം നേടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു എന്ന് പറഞ്ഞാൽ സ്വർഗീയ സ്വർഗരാജ്യത്തിലെ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നർത്ഥം.
അത് ഇവിടെ വെച്ച് തന്നെ ആരംഭിക്കുന്നു, ഇവിടെ വെച്ച് തന്നെ. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, എംപറർ അലക്സാണ്ടർ ഒരുപാട് രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി. ഞാനാണ് ഏറ്റവും വലിയ രാജാവ്. പക്ഷേ മരിക്കാൻ നേരത്താണ് മനസ്സിലായത്, ഈ പിടിച്ചടക്കിയ രാജ്യങ്ങളൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ. മരിക്കാൻ സമയത്ത് മനസ്സിലായി, ഈ ഞാൻ പിടിച്ചടക്കിയ പ്രൗഢിയും സമ്പത്തും ഒന്നും എനിക്ക് അങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ല. അതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോണമല്ലോ. ഓ, അപ്പോഴാണ് അദ്ദേഹത്തിന് ജ്ഞാനം കിട്ടിയത്. അദ്ദേഹം മിനിസ്റ്റർമാരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ശവപ്പെട്ടിയിൽ അടക്കുമ്പോൾ എൻ്റെ 2 കരങ്ങളും പുറത്തിടണം. അതെന്താ തിരുമേനി? ഈ ലോകം മുഴുവൻ അറിയട്ടെ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് പിടിച്ചെടുത്ത രാജ്യങ്ങളും സമ്പത്തും ഒന്നും അവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല എന്ന് ലോകം അറിയട്ടെ. നമ്മളിതൊക്കെ പണ്ടേ അറിഞ്ഞത് കൊണ്ടല്ലേ നമ്മളിവിടെ വന്നേക്കണേ. കന്യാസ്ത്രീ നമ്മൾ നമ്മുടെ അപ്പൻ്റെ സമ്പത്തും ഇതെല്ലാം വിട്ടു. നമുക്കതൊന്നും വേണ്ട. അതാണ് കോൺസെക്രേറ്റഡ് ലൈഫ്. അതെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കിയിരിക്കുന്നു. വലിയ ക്രിസ്ത്യാനികൾ ഈ ഉച്ഛിഷ്ടം കൊണ്ടാണ് ജീവിക്കണേ. ക്ഷമിക്കണം, സത്യം അതാണ് കേട്ടോ. നിങ്ങളോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ജീവിക്കണേ? അക്ഷയമായ നിധി. അപ്പോൾ എന്താണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരേ ഒരു നിധി? അക്ഷയമായ നമ്മുടെ ആത്മാവിൽ എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റണോ അത് കൊണ്ടുപോകാം, ഇല്ലേ? അക്ഷയമായ നമ്മുടെ ആത്മാവിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം. അത് വെച്ച് നോക്കിയേ, കൊച്ചു ത്രേസ്യ എന്തെല്ലാം കൊണ്ടുപോയി? കൊച്ചു ത്രേസ്യയുടെ ജീവിതത്തിലെ പ്രധാന ഒരു കാര്യം, കൊച്ചു ത്രേസ്യ പറയാറുള്ളത്, നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ എല്ലാവരും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഞാനോ ദൈവത്തോട് സംസാരിക്കുന്നു. അങ്ങനെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം തൻ്റെ അക്ഷയമായ ജ്ഞാനം നൽകി ആ ആത്മാവിനെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ആ ജ്ഞാനം മരിച്ചാലും പ്രവർത്തന നിരതമാണത്. അതാണ് ദൈവവിളി എന്ന് പറയുന്നത്. അതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഈ കാലഘട്ടത്തിൽ പ്രവർത്തന സാധ്യതകളുണ്ട്. എന്നാൽ മരണാനന്തര കാലഘട്ടത്തിൽ വളരെ വലിയ പ്രവർത്തന സാധ്യതകളാണ്. ആ ബോധ്യത്തോടു കൂടി വേണം ഇന്ന് നമ്മൾ ഈ ജ്ഞാനം സമ്പാദിക്കാൻ. സത്യമായി ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മരണശേഷം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. ഞാൻ മരിക്കുന്ന ദിവസം സ്വർഗത്തിലൊരു വലിയ ബഹളം. പത്രോസ് ചോദിച്ചത്, എന്ത് ഈ ബഹളം ഇവിടെ? അപ്പോൾ കുറേ ആൾക്കാർ ഒരു ബാനറുമായിട്ട് വന്നിരിക്കുകയാണ്, ഇന്ന് ഞങ്ങളുടെ തോമസ് പോൾ വരികയാണ്, അതുകൊണ്ട് വെൽക്കം തോമസ് പോൾ. ഓഹോ, എന്നാൽ ഞാനും വരെയാണെന്ന് പറഞ്ഞ് പത്രോസ് കൂടെ വന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് പൗലോസ് വരാതിരിക്കൂ, എൻ്റെ പ്രിയപ്പെട്ട പൗലോസ് ലീഗ, കൊച്ചു ത്രേസ്യ, അഗസ്തീനോസ്, ജോൺ പോൾ രണ്ടാമൻ, ഇവരെല്ലാവരും എന്നെ വന്ന് സ്വീകരിച്ചു. കൊതിയാവുണ്ട്. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുക. കാരണം ഈ 25 വർഷത്തെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ഒരുപാട് ആൾക്കാർ അവിടെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. എന്ന മാതിരി തന്നെ നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ ഇവരെല്ലാവരും സ്വാഗതം ചെയ്തു. ഭയങ്കര ഒരു വെൽക്കം. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പത്രോസ് ഉടനെ പറഞ്ഞു, അതെ മതി മതി, അധികം സമയമില്ല. ഇയാൾ ശക്തനായൊരു വചനപ്രഘോഷകനാണ്. ഇയാൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുത്തിയാൽ ശരിയാവില്ല. നമുക്ക് ഉടനെ പല സ്ഥലങ്ങളിലും ഇനി നിനക്ക് പ്രഘോഷിക്കാം.
നീ ഇത്രയും നാൾ നാട്ടിലായിരുന്നപ്പോൾ ഒരു സ്ഥലത്തെ പ്രഘോഷിക്കാൻ പറ്റിയിരുന്നുള്ളൂ എങ്കിൽ ഇനി നിനക്ക് ഒരേ സമയത്ത് പാകിസ്ഥാനിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും, സൈബീരിയയിൽ നിന്നും, റഷ്യയിൽ നിന്നും, ന്യൂയോർക്കിൽ നിന്നും, അവിടെ ലണ്ടനിൽ നിന്നും, ഒപ്പം കേരളത്തിൽ നിന്നും, അങ്ങനെ 100,000 സ്ഥലത്ത് നിന്ന് ഇനി നിനക്ക് പ്രഘോഷിക്കാനുള്ള പ്രമോഷനാണ്. ഇന്ന് പിടിച്ചോ. പ്രൈസ് ദ ലോർഡ്. എന്തു പറയണു? ഇതാണ് സുവിശേഷ പ്രഘോഷണം. അതിവിടെ വെച്ച് നമ്മൾ അറിയണം. ഇവിടെ വെച്ച് അറിയുമ്പോഴാണ് നമുക്ക് ആഗ്രഹം വേഗം അങ്ങോട്ട് പോകാനായിട്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഉള്ളി പ്രശ്നം ഭാര്യ പറയണത് നമ്മൾ രണ്ടുപേരും ഒപ്പം പോകാണെങ്കിൽ അതാ നല്ലതെന്നുള്ളൊരു ഒറ്റ പോയിട്ടുള്ളൂ. ഇപ്പം പോകാൻ ഞാൻ റെഡിയാണ്. എനിക്ക് ഒട്ടും ഭയമില്ല. ഭയങ്കര സന്തോഷമാണ് എനിക്ക് മരിക്കാൻ. ചെറിയൊരാഗ്രഹമുള്ളത് ഇങ്ങനെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കെ മരിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അങ്ങനെ ചെറിയ ചില ആഗ്രഹമൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ സാധിച്ചു തരാൻ പാടില്ലായൊന്നുമില്ല. എന്തിലും എന്നാലും വേഗം സ്വർഗത്തിൽ പോകണമെന്നാണ് ആഗ്രഹമെങ്കിലും കർത്താവ് പറയുന്നുണ്ട്, ഇല്ലില്ല, നീ ഇപ്പോൾ വരരുത്. നീ ഇവിടെ കുറേ നാൾ കൂടി ഈ പുതുവീഞ്ഞും ഈ ജ്ഞാനത്തെക്കുറിച്ചൊക്കെ പറയണം, എന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ആത്മബോധ്യമാണ്, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ നിരന്തരമായ പ്രവർത്തനമായിരിക്കും എനിക്ക്. നമ്മൾക്ക് വലിയ തെറ്റിദ്ധാരണയാണ് RIP, റെസ്റ്റ് ഇൻ പീസ് എന്നും പറഞ്ഞിരിക്കാനുള്ള പരിപാടിയാണ്. നടക്കണ കാര്യമല്ലെന്ന് വിചാരിച്ചു. കൊച്ചു ത്രേസ്യ റെസ്റ്റ് ഇൻ പീസ് ആണോ? അമ്മ ത്രേസ്യ റെസ്റ്റ് ഇൻ പീസ് ആണോ എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമാണ്. എന്നിരുന്നാലും നമ്മുടെയൊക്കെ വിചാരം, ഓ ഇനി എങ്ങനെയെങ്കിലും അങ്ങ് പോയാൽ മതി, ഇവിടെ കുറെ കഷ്ടപ്പെട്ട് ഇനി അവിടെ പോയി സമാധാനമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കണ്ട. സമാധാനമായിരിക്കും, പക്ഷെ ഓട്ടമായിരിക്കും. ധാരാളം ജോലി ചെയ്യാനുണ്ട്, ധാരാളം ജോലി. ഈ പൗലോസ്ലീഹയും പത്രോസ്ലീഹയും എല്ലാം എന്തോരം ഓട്ടമാണ്. വേണ്ട, നിങ്ങളുടെ കൊച്ചു ത്രേസ്യ തന്നെ എന്തോരം ഓട്ടമാണ്. ഇതാണ് അക്ഷയനിധി. ഇപ്പോഴേ സമ്പാദിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ജ്ഞാനം അക്ഷയനിധി ആയതുകൊണ്ട് ഇവിടെ വെച്ച് ഈ ജ്ഞാനം നമ്മുടെ ആത്മാവ് നിറഞ്ഞാൽ, ഈ ജ്ഞാനം സ്വർഗത്തിൽ ചെന്നാൽ നമ്മൾ ലോകം മുഴുവനിലേക്ക് പ്രസരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നത്. ഇനി ഒന്ന് വായിച്ചേ. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. ഒന്ന് സ്തുതിച്ചേ, ഒന്ന് കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ നന്ദി, ഹല്ലേലൂയ, 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 ഓ ജ്ഞാനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജ്ഞാനമേ, ഹല്ലേലൂയ, 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 അക്ഷയനിധിയായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. അക്ഷയനിധിയായ ജ്ഞാനം, അക്ഷയനിധിയായ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. അക്ഷയനിധിയായ ജ്ഞാനം ഞങ്ങൾക്ക് തുറക്കണമേ. അക്ഷയനിധിയായ ജ്ഞാനം ഞങ്ങളിൽ തുറക്കണമേ. അക്ഷയനിധിയായ ജ്ഞാനം ഞങ്ങൾക്ക് തുറക്കണമേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങൾ വേഗം മരിക്കാൻ തയ്യാറാണോ? ആണോ? വേഗം പോകാൻ തയ്യാറാണോ? വേഗം പോകാം. ഇവിടെ കിടന്നിട്ട് എന്ത് പ്രയോജനം? അപ്പൊ ഇനി വീട്ടുകാരൊക്കെ ഫോൺ ചെയ്യുകയാണെങ്കിലേ സുഖമില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ വേഗം പോയിക്കോ, ഇവിടെ കിടക്കണ എന്തിനാ? അല്ലാണ്ട് അവിടെ ആശുപത്രി കൊണ്ടോ അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഈ വെന്റിലേറ്ററൊക്കെ വെക്കാൻ ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയും. നമ്മൾ ദൈവവിരുദ്ധമായ പ്രവർത്തനം നടത്തിയാണ് വേഗം മരിച്ച് സ്വർഗത്തിൽ പോയി അവിടെ വല്ല ജോലി ചെയ്യണതിന് പകരം നമ്മളിവിടെ നീട്ടിക്കൊണ്ടുപോകുന്നു. ആതുര ശുശ്രൂഷയ്ക്ക് ഒരു ലിമിറ്റ് വെക്കണം. ഇപ്പം അതൊരു ലക്ഷറി പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ്.
അതൊരു ബിസിനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. നിങ്ങൾ നേഴ്സുമാരെ ഒന്നും കുറ്റം പറയാല്ലട്ടോ, പാവങ്ങളെ കഷ്ടപ്പാട് എന്തോരം സഹിച്ചാണ് നേഴ്സിംഗ് പഠിച്ചതും ജോലി ചെയ്യണതും. പക്ഷെ അത് വേറൊരു മാനമായി മാറി ഇപ്പോൾ. ഇറ്റ് ഈസ് എ ബിഗ് ബിസിനസ്, നമുക്കല്ല വേറെ ആളുകൾക്ക്. അപ്പോൾ ശുശ്രൂഷ ചെയ്തോളൂ, പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ വലിച്ചു നീട്ടേണ്ട ഒരാവശ്യമില്ല. എന്തുകൊണ്ടാണ് വലിച്ചു നീട്ടുന്നത്? ഈ സ്വർഗത്തെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടല്ലേ? മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. മരണാനന്തര ജീവിതത്തിലാണ് യഥാർത്ഥ ആനന്ദം. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. മരിക്കണ്ടേ? ഇവിടെയാണ് വേറൊരു വചനം വരുന്നത്. 1 കൊറിന്ത്യസ് 15:19. എന്താണ് 1 കൊറിന്ത്യസ് 15:19 പറയുന്നത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, ഉച്ചത്തിലേറ്റ് പറഞ്ഞേ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. എന്തോ ഒരവസ്ഥയാണ് നോക്കി. ഇന്ന് ലോകം മുഴുവനും എന്താണ്? ലോകം മുഴുവൻ്റെയും പ്രത്യാശ ഇല്ലേ? ഈ ജീവിതത്തിന് വേണ്ടിയാണ്. എന്തോ ഒരു വലിയ മാറ്റമാണ് വരേണ്ടത്. ലോകം മുഴുവനും ഭൂരിഭാഗം ആളുകളും ഈ ജീവിതത്തിന് വേണ്ടിയാണ്. ഈ 19 വർഷക്കാലത്തെ ജീവിതത്തിൽ എന്തെല്ലാം വരുത്തി കൂട്ടാമോ നേടാമോ എന്നുള്ളത് കൊണ്ട് കുറേ മെറ്റീരിയൽ പൊസഷനിലേക്ക് നീങ്ങുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കേണ്ടത്. ഈ ജീവിതത്തിനപ്പുറത്ത് അനന്തമായ ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിന് വേണ്ടതായ നിധി ഇപ്പോഴേ നമുക്ക് സ്വന്തമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങളുടെ ലക്ഷ്യം മുഴുവനും അല്ലാണ്ട് വേറെ വല്ല ലക്ഷ്യമുണ്ടോ? അതുകൊണ്ടാണ് മഠത്തിലൊക്കെ കുറച്ച് ഞെരുക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവണത്. അപ്പോൾ നമ്മൾ എൻ്റെ ദൈവമേ ഒന്ന് വേഗം ഇവിടെ കൊണ്ടുപോയാൽ മതി ഉണ്ടാവട്ടെ, എങ്ങനെയെങ്കിലും വേഗം ഇവിടുന്ന് പോയാൽ മതി എന്ന് ചില സിസ്റ്റർമാരൊക്കെ ചിലപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കണ്ടാവും. അങ്ങനെ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇവിടെ കിടന്ന് കുറച്ച് കഷ്ടപ്പെടുത്തി, ഞാൻ പറയാറുണ്ട്, സിസ്റ്റർമാർ നല്ല ആരോഗ്യമുള്ളപ്പോൾ ഓടി നടന്ന് സഹിപ്പിക്കും. ഓടി നടത്തും. ആരോഗ്യം കുറഞ്ഞു കഴിയുമ്പോൾ കിടത്തി കുറേ നാൾ രോഗിയാക്കി. അപ്പോൾ അമ്മാമ്മ കന്യാസ്ത്രീമാരൊക്കെ ഇങ്ങനെ കൊന്തയമ്മ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇങ്ങനെ കഷ്ടത ഈശോയുടെ. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ ഒരു മഠത്തിൽ, അപ്പോൾ ഒരു സിസ്റ്റർ ഇങ്ങനെ ഭയങ്കര വയസ്സായിട്ടിരിക്കുകയാണ്. ഈ കുഞ്ചി ഇങ്ങനെ ഒടിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര വേദനയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നതേ ഒരു കാഴ്ച ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ വിഷൻ വരാണ്. കർത്താവ് ഈശോ മിശിഹ കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഈ സിസ്റ്റർ ആ കുരിശിനെ ഇങ്ങനെ കഴുത്തുകൊണ്ട് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, ഈശോയുടെ കുരിശിനെ കഴുത്ത് വെച്ച് കൊടുത്തുകൊണ്ടാണ് ഈ കഴുത്തൊടിഞ്ഞിരിക്കണേ. അയ്യോ എൻ്റെ ഈശോയേ, എന്നാ അങ്ങനെ ഇരുന്നോട്ടെ, എനിക്ക് സന്തോഷമായല്ലോ. സകല വേദന പോയി. ഭയങ്കര സന്തോഷമായി. വേദനയുണ്ട്, എന്നാലും ആ വേദന ഇപ്പൊ വേദനിക്കാൻ ഭയങ്കര സന്തോഷമായി. എന്തുകൊണ്ടാ? എൻ്റെ ഈശോ എന്നെ അതിന് തിരഞ്ഞെടുത്തല്ലോ. ഈശോയുടെ കുരിശിന്റെ ഭാരത്തിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ. ഇതും നമ്മുടെ ഒരു അപ്പസ്റ്റോലേറ്റ് ആണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഓടിച്ചാടി നടക്കുമ്പോൾ ഇങ്ങനെയുള്ള സാധനമൊന്നും തരുമൊന്നുമില്ല. അന്ന് ഓടിച്ചാടി ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് ഓടിച്ചാടാൻ പറ്റാണ്ടാവുമ്പോൾ
കുരിശ് ചുമക്കാനും ഈശോൻ്റെ കൂടെ ഇച്ചിരി വേദനിപ്പിക്കാനും അവിടെ മഠത്തിൽ തന്നെ കിടത്തി സഹിപ്പിക്കും. പെട്ടെന്നൊന്നും കൊണ്ടുപോകില്ല. കൊച്ചിലേസിക്കൊക്കെ എന്തോ ഒരു സ്പെഷ്യൽ കോളാണ് പെട്ടെന്ന് കൊണ്ടുപോയത്. എല്ലാവർക്കും നിങ്ങൾക്കൊന്നും അത് കിട്ടുമൊന്നുമില്ല. വേണമെങ്കിൽ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ കൊണ്ടുപോയിരിക്കും. എന്നെ വേഗം അങ്ങോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ആഹാ, നിനക്കതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ? എന്നാൽ ഞാൻ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതെങ്കിൽ നിങ്ങളെല്ലാവരെയും നിർഭാഗ്യരാണ്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കത്തോലിക്ക വിശ്വാസികളുടെ ജീവിതത്തിൽ എന്തോരം മാറ്റം വരണോ വേണ്ടയോ? എല്ലാവരും വലിയ വലിയ ബംഗ്ലാവുകളും വലിയ വലിയ തോട്ടങ്ങളും അതിന് വലിയ മതിലുകളും വലിയ വലിയ കാറുകളും ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടക്കാണ്. ഇത് വല്ലതും കൊണ്ട് സ്വർഗത്തിൽ പോവോ? സ്വർഗത്തിൽ പോകാൻ ഇതൊന്നും പാടില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ധനികരുടെ എല്ലാം അങ്ങ് പോട്ടെ എന്ന് പ്രാർത്ഥിച്ചാലോ? അതല്ലേ? കാരണം ധനികൻ സ്വർഗരാജ്യത്തിൽ കയറുക അസാധ്യം എന്ന് പറയുന്നതാണ്. ഒട്ടകം സൂചിക്കുഴയിലൂടെ കേടുന്നു മാറ്റി. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ധനികരെല്ലാം ദരിദ്രരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അപ്പോൾ അവർ വേഗം സ്വർഗത്തിൽ പോകും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാം ഇങ്ങനെ. ഞാനൊരിക്കൽ സ്വിറ്റ്സർലൻഡിൽ, അപ്പം ഞാനിതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. സ്വിറ്റ്സർലൻഡിൽ ഒരു ധ്യാനം നടത്താനായിട്ട് ഒരു പെണ്ണ് ഓടി വന്നിരിക്കുകയാണ്. ഞാൻ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് പറഞ്ഞേ, തോമസ് പോളെ ഞങ്ങളുടെ ബാങ്ക് പൊളിഞ്ഞു പോയി, ഞങ്ങളുടെയൊക്കെ ജോലി പോയി. ഞാൻ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. അതെന്താ അങ്ങനെ പറഞ്ഞു? അയ്യോ, ഞാൻ ഇന്നലെ ബിരിയാന്നൊക്കെ പ്രാർത്ഥിച്ചതാണ്, ഈ ബാങ്കൊക്കെ പോട്ടെ, ഇവരൊക്കെ ദരിദ്രരാകട്ടെ എന്ന്. എൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പൊ അവള് പറയാണ്, അതെന്തിനാ നീ അങ്ങനെ പ്രാർത്ഥിച്ചു? കണ്ടോ, ഇപ്പൊ നീ എന്തിനാ ഇവിടെ ഓടി വന്നത്? നിന്റെ ബാങ്ക് പൊളിഞ്ഞില്ലായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഓടി വരുമായിരുന്നോ? ഇതാണ്, ഈ ഓട്ടമാണ് വേണ്ടത്. നീ ഇപ്പൊ 2 മണിക്കൂർ ഓടിച്ച് വന്നു എന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ട് നീ വന്നു? വചനം കേൾക്കാൻ വേണ്ടി, എന്നെ കാണാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്തുകൊണ്ട് വന്നു? നിന്റെ ബാങ്ക് പൊളിഞ്ഞതുകൊണ്ടല്ലേ? ഈ ബാങ്കുകളെല്ലാം പൊളിയണം. ഇവിടെ ഈ നമ്മുടെ ആൾക്കാരെല്ലാം 70-80 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് വീടുണ്ടാക്കിയിട്ടേക്കാണ്. എന്നിട്ട് ആ ബാങ്കിൻ്റെ ലോൺ അടയ്ക്കാൻ വേണ്ടി ഫോറിനിൽ പോയി കാശുണ്ടാക്കണം. അതിനകത്ത് കിടക്കാൻ സമയമില്ല. എന്തൊരു ജ്ഞാനമാ നോക്കിയേ. 80-100 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് മേടിച്ചിട്ടു, അത് പൂട്ടിയിട്ടേക്കാണ്. ഓരോരുത്തർ ഭാര്യ ജോലിയാണ്, ഭർത്താവ് ഓരോരുത്തർ ജോലിയാണ്, മകൻ ഹോസ്റ്റലിലും. ഇതിനെ ഈ ജോലി ചെയ്ത് കാശുണ്ടാക്കി ഈ ലോൺ അടയ്ക്കാൻ, അതായത് വീടുണ്ടാക്കിയിട്ടിട്ട് അതിൽ കിടക്കാൻ അവർക്ക് ഭാഗ്യമില്ല. ഇത്രയും വലിയ ജീവിതം മുഴുവനും ഇനി ഇതിൻ്റെ ലോൺ അടയ്ക്കാനുള്ള പണിയാണ്. എന്ത് ജ്ഞാനം! ഇപ്പം നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കാണുന്നുണ്ടോ ഇല്ലയോ? എന്തുകൊണ്ടാ ബാങ്ക് ഫോറിനിൽ ഒരാൾ ജോലി എന്ന് പറഞ്ഞാൽ ബാങ്ക് ഇഷ്ടം പോലെ ലോൺ കൊടുക്കുകയാണ്. അവർക്കെന്താ? അവർക്ക് പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ വീട് വിറ്റ് പൈസയാവും. നമുക്ക് ഇത്രയെങ്കിലും വിവരം വേണ്ടേ? ഇത്രയും വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് കഷ്ടപ്പെട്ട് ഈ കുറച്ച് ദിവസം മുമ്പ് ഒരമ്മ എന്നെ വിളിച്ച് പറയാണ്, എൻ്റെ ബ്രദറെ, എൻ്റെ മോന് ജോലി കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, അവൻ വീട്ടിലിരിക്കട്ടെ. അല്ല, അവനെന്തെങ്കിലും ജോലി വേണ്ടേ? എന്തിനാണ് അവൻ ജോലി ചെയ്യണമെന്ന് നിങ്ങൾ നിർബന്ധിക്കണത്? ഞാൻ 25 വർഷമായിട്ട് കർത്താവിന് വേണ്ടി മാത്രം ജോലി ചെയ്യണത്. അവൻ്റെ വിളി ഇങ്ങനെ വല്ലതും ആയിരിക്കും. അയ്യോ, അവന് ജോലി കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പേരെന്താ? അവൾ പറഞ്ഞു, എൻ്റെ പേര് ലില്ലി എന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ പേരെന്താ? സോളമൻ എന്നാണ്.
ഞാൻ പറഞ്ഞു, ദേ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ബൈബിളിൽ ഒരു വചനത്തിലുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒന്നിച്ചോ? ആ, ഒന്നിച്ചു. അതെവിടെയാ? ആ, അതിവിടെയാണ്. വയലിലെ ലില്ലികളെ നോക്കുവിൻ. അവ നൂൽക്കുന്നില്ല, അധ്വാനിക്കുന്നുമില്ല. സോളമൻ പോലും. അയ്യോ, ഈ അമ്മച്ചി ചിരിക്കാൻ തുടങ്ങി. മാത്രമല്ല, എന്റെ ബ്രദറെ, അത് നല്ലൊരു കാര്യമല്ലോ. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരു വചനത്തില്, ഒറ്റ വചനത്തിലുള്ളൂ, വേറെ എങ്ങുമില്ല. ലില്ലികളെ നോക്കുവിൻ, അവ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറയാമെന്ന ആശയം എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവന്റെ സർവ്വമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതരായിരുന്നില്ല. നൂൽക്കുന്നുമില്ല. പിന്നെന്താ പറയണേ? അവ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നുമില്ല, അല്ലേ? എന്തിനാണ് നിങ്ങളൊക്കെ ഇത്ര അധ്വാനിക്കണേ? പറയും. നമ്മൾ 2 ദിവസം ഇന്നലെ പറഞ്ഞില്ലേ, വ്യഗ്രത എന്താണത്? 38 പ്രഭാഷകൻ 38:24 എന്താ പറഞ്ഞത്? പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കും. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കുള്ളൂ. ഞാനിതാ പറഞ്ഞത്, അവൻ വീട്ടിൽ ശാന്തമായി കുറച്ച് ദിവസം ഇരിക്കട്ടെ. ഇച്ചിരി കഞ്ഞിയും ചമ്മന്തിയൊക്കെ മതി. എന്നാലും ശാന്തമായി വീട്ടിലിരുന്ന് വചനം വായിച്ച് ഇച്ചിരി ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ടില്ല എന്നെ. അതുകൊണ്ട് ലില്ലി സോളമൻ ജ്ഞാനം കിട്ടിക്കാണും. എല്ലാവരുടെയും വിചാരം നമ്മളങ്ങ് കുറെ അധ്വാനിക്കണം എന്നുള്ളതാണ്. മക്കൾ അധ്വാനിക്കണം, ഭർത്താവ് അധ്വാനിക്കണം, ഭാര്യ അധ്വാനിക്കണം. ഈശോ പറഞ്ഞതിന് വല്ല തെറ്റുണ്ടോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ അധ്വാനിക്കുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. ലില്ലികളെ നോക്കുവിൻ. നമ്മൾ കംപ്ലീറ്റ് വേറെ ഒരു ഫിലോസഫിയിലേക്ക് പോയി. നമ്മൾ കുറച്ച് നാള് കർത്താവിനെ പ്രതി, കർത്താവിൻ്റെ കൂടെ ശാന്തമായി ഇരുന്ന് വലിയ അധ്വാനമൊന്നുമില്ലാതെ ഈശോയുടെ അടുത്ത് ഇരിക്കുന്നതാണ് ജ്ഞാനം. ഇതൊക്കെ ഇപ്പം ഞാൻ എന്തിനാ പറഞ്ഞത്? ഈ ജീവിതത്തിന് അപ്പം ഈ അധ്വാനിക്കണതൊക്കെ എന്തിനാണ്? കുറെ കാശുണ്ടാക്കാൻ. കുറെ കാശുണ്ടാക്കി എന്ത് ചെയ്യാനാ? ഈ ജീവിതത്തിൻ്റെ സുഖസമൃദ്ധികളെ പെരുകിപ്പിക്കാൻ. അപ്പം എന്ത് സംഭവിക്കുന്നു? ഇപ്പം ഞാനിതൊക്കെ പറയണത് എന്തിനാന്ന് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആശയം തരാനാണ്. നമ്മുടെ മറുനാടൻ മലയാളികളെല്ലാം, ഇവിടെ മറുനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള സിസ്റ്റർമാരുണ്ട്, അമേരിക്കയിൽ നിന്നും ഇതൊക്കെ വന്നു. എന്തോ ഒരു കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് അവരവിടെ ജീവിക്കണമെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെയുള്ള ആളുകൾക്ക് വിചാരം അവരവിടെ ഡോളർ ഇങ്ങനെ കുലുക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അവർ കഷ്ടപ്പെട്ടാലും ആ കഷ്ടപ്പാട് മുഴുവനും ഈ ജീവിതത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇതാണ് സുവിശേഷത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവൃത്തി. നമ്മൾ ഓരോരുത്തരുടെ പാപവും ഇതൊക്കെയാണ് നോക്കണത്. പാപം കർത്താവ് വിചോമിച്ച് ഏറ്റെടുത്ത് കഴിഞ്ഞു. എന്നാൽ അതിനേക്കാളും ദൂഷ്യമായിട്ടുള്ള ഒന്നാണ് ഈ 2 ദിവസം മുമ്പുള്ളൊരു വായന ഉണ്ടായിരുന്നില്ലേ? എന്താണ്? ധനസമ്പാദനം കൊണ്ട് എന്താണ്? ലൂക്ക
12:15. അതെ, 15:12. ലൂക്ക 12:15 എന്താ നോക്കിയേ. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകയായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. അല്ലല്ല, അതല്ല, 12:15. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല. അത് 15 12:15 അല്ലേ? മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇതിപ്പോ കന്യാസ്ത്രീമാരോട് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ആരോടെങ്കിലും പറയാൻ വേണ്ടിയായിരിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരോടെങ്കിലും പറയും. എല്ലാവരും നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയണത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറയണേ? അവരുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടോ? അവരുടെ വീടുണ്ടാവണം, മക്കളുടെ പഠിപ്പുണ്ടാകണം. ഒരിക്കൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനൊരു വിമർശനാത്മകമായിട്ടൊന്ന് പറയണം. ഞാനൊരു സിസ്റ്ററിനോട് പറഞ്ഞു, വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറയണേ, അത് 1 മാസം കഴിയട്ടെ. അതെന്താ 1 മാസം? അല്ല, ഞാനിപ്പോൾ 1 മാസത്തേക്ക് വേറൊരു നിയോഗം വെച്ചിട്ട് പാതിരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 12 മണിക്ക് എഴുന്നേറ്റിരുന്ന് വേറൊരു നിയോഗം വെച്ച് 1 മാസത്തേക്ക് പ്രാർത്ഥിക്കാമെന്ന് ഏറ്റിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നോട് ക്ഷമിക്കണം, ഇത് കുറ്റം പറയല്ല, ഇതൊരു വിവരം പറയാണ്, ഒരു ജ്ഞാനം പറയാണ്. ഞാൻ ചോദിച്ചു, എന്താണാവോ അതെ, എൻ്റെ ചേച്ചിയുടെ മോന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചേച്ചിയുടെ മോന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി 12 മണിക്ക് എഴുന്നേറ്റിരുന്ന് 1 മാസത്തോളം പ്രാർത്ഥിക്കാമെന്ന്. ഇതിനാണോ ഇവർ കന്യാസ്ത്രീ ആയത്? പറയും. ഒന്ന് ആലോചിച്ചു നോക്കി. കന്യാസ്ത്രീ ആയത് കർത്താവ് ഈശോ മിശിഹായ്ക്കും സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നേടാൻ വേണ്ടിയാണോ? അല്ലയോ? ആണോ? ചേച്ചിയുടെ മോന് ജോലി കിട്ടാൻ വേണ്ടി ഇത്രയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്? ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ എനിക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യ്. ഒറ്റ വാക്ക്. 1 മാസം മുഴുവനും രാത്രി പാതിരാത്രിക്ക് എണീറ്റ് ഇരുന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് തോന്നണില്ല ജോലി കിട്ടുമെന്ന്. ഇതുകൊണ്ട് തന്നെ ജോലി കിട്ടില്ല. കാരണം ദിസ് ഈസ് എ റോങ് ആപ്ലിക്കേഷൻ. മാത്രമല്ല, അവരുടെ ഞാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞേക്കണേ. ഈ നിയോഗം കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ വീട് വിട്ടു പോന്നാലും വിട്ടിട്ടുണ്ടോ? വീട് വിട്ടു പോന്നിട്ടും വീട് വിട്ടോ? ഇല്ല. നമ്മളിപ്പോഴും വീട്ടിൽ തന്നെയാ. ശരീരം ഇവിടെ മഠത്തിലാണെന്നുള്ളൂ. മനസ്സും ചിന്തയും പ്രാർത്ഥനകളും എല്ലാം വീട്ടുകാർക്കും ആളുകൾക്ക് വേണ്ടിയാണ്. ക്ഷമിക്കണം കേട്ടോ, വേറൊരു ഉദാഹരണം പറയാം. ഒരു ജർമ്മനിയിൽ വെച്ച് ഒരു സിസ്റ്റർ വന്ന് എൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ വലിയ തിരക്ക് പിടിച്ച ധ്യാനം നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ 5 മിനിറ്റൊക്കെ പെട്ടെന്ന് ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് കൗൺസിലിങ്ങിന് പ്രാർത്ഥിക്കാനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അറ്റൻഷൻ കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ? അവിടെ ജർമ്മൻകാർ എന്തോരം ദുഃഖവും ദുരിതമുള്ള ആൾക്കാരൊക്കെ അവിടെ നിൽക്കണം. എന്നാലും നമ്മുടെ ഒരു മലയാളി സിസ്റ്റർ വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉടനെ കൊടുത്തു. എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈ സിസ്റ്റർ അങ്ങ് കരയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു ഭയങ്കര സീരിയസ് പ്രശ്നമാണെന്ന് വിചാരിച്ചു. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റണില്ല. അത് ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ എന്തിനിങ്ങനെ കരയണേ? എന്താ പ്രശ്നം എന്ന് പറയേ. ഞാൻ പറഞ്ഞു, എന്താ പറ്റിയേ? വല്ല അമ്മയ്ക്കോ അപ്പനോ വല്ല സീരിയസ് ആയോ എന്തോന്നു? എൻ്റെ ആങ്ങളയുടെ മോൻ പഠിക്കണില്ല. അവൻ തോക്കോളൂ ഇങ്ങനെ പോവുകയാണെങ്കിൽ. എൻ്റെ ആങ്ങളയുടെ ഭാര്യയ്ക്ക് ഒരറിവുമില്ല പഠിപ്പിക്കാൻ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വരാണെന്ന് ബ്രദറെ പ്രാർത്ഥിക്കേ. എൻ്റെ കർത്താവേ, ഞാൻ ആലോചിച്ചു, ഇതിനാണോ സിസ്റ്റർ ജർമ്മനിക്ക് വന്നത്? ക്യാൻ യു ബിലീവ് ദിസ്? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. എന്തോ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. ഐ കാനോട്ട് ബിലീവ് ദിസ് ഈവൻ നൗ. ആങ്ങളയുടെ മോൻ പഠിക്കണില്ല എന്നും പറഞ്ഞ്
ഈ ജർമ്മനിയിൽ മിഷന് വേണ്ടി ചെന്നിരിക്കുന്ന സിസ്റ്റർ, ഞാൻ ഇത്രയും വിഷമിച്ച് വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നതും ആളുകൾ അവിടെ ക്യൂ നിൽക്കുന്നതും കാണുന്നില്ല അവർ. അതിൻ്റെ ഇടയിൽ തിക്കിപ്പിടിച്ച് വന്നിട്ട് എൻ്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചു വന്ന് എൻ്റെ അടുത്തിരുന്ന് കരച്ചിലോട് കരച്ചിൽ. എന്തിനാണെന്ന് പറയും. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തോ പ്രശ്നമുണ്ട് അവിടെ. ഇതായിരിക്കില്ല കാരണം, പെട്ടെന്ന് ആൾ മരിച്ചതായിരിക്കും. പക്ഷെ ഇതാ പറഞ്ഞത്. വേറൊരു സിസ്റ്റർ, അയ്യോ ഞാനിത് എന്തിങ്ങനെ പറഞ്ഞു പോണിങ്ങനെ. വേറൊരു സിസ്റ്റർ പറയാണ്, എൻ്റെ ബ്രദറെ, എൻ്റെ നാത്തൂന ഒന്നിനും കൊള്ളൂല, ഞാൻ ഇവിടെ ഇരുന്നെല്ലാം ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ആങ്ങളുടെ മോൾക്ക് ഒരു ജോലി കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ഈ ഓഫീസ് ഉപയോഗിച്ച്, അതായത് ഇപ്പോൾ ഈ സിസ്റ്റർ ചിലപ്പോൾ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തമുള്ള ആൾക്കാരായിരിക്കും, ആ ഒരു ഓഫീസ് ഉപയോഗിച്ച് വീട്ടുകാരെ എല്ലാം സെറ്റിലാക്കുകയാണ്. അവരെല്ലാം കൊണ്ടുവന്ന് അവർക്ക് ജോലി, ഇവർക്ക് ജോലി, ഇതൊക്കെ കൊടുത്ത്. ഇതൊന്നും നമ്മുടെ വിളിയല്ല. ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീയതയെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അജ്ഞതയാണ്, അജ്ഞത. ഞാൻ പറഞ്ഞു, സിസ്റ്റർ, ദിസ് ഈസ് റോങ്. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് വീട്ടുകാരെ സെറ്റിലാക്കണം അല്ല നിങ്ങളുടെ വിളി. യു ആർ ഇൻ എ മിഷൻ. ഇവിടെ ഈ മിഷൻ സ്റ്റേഷനിൽ ഇതിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന എന്തോരാളുകളുണ്ട്. അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളല്ലേ നിങ്ങൾ ഈ ചെയ്യണത്. ഇപ്പം മിഷന് പോയിട്ടുണ്ട് ഒറീസയിൽ. അവിടുത്തെ പെൺപിള്ളേർ മഠത്തിൽ വേലയ്ക്ക് വന്നേക്കണവർ, ഈ മഠത്തിൽ വന്നേക്കണവർ ഒരു പക്ഷേ അവിടെ ചുറ്റിപ്പറ്റി നിന്നൊരു ദൈവവിളിയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളവരായിരിക്കുമേ. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിൽ വേലയ്ക്ക് നിർത്തിയേക്കണം. അപ്പോൾ ഒരിക്കലും ഒരു സിസ്റ്റർ എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ, എന്താണ്, ഞാനിപ്പോൾ ഈ കൊച്ചിനെ നാട്ടിൽ നിന്ന് തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ കൊച്ചിനെ ആങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിർത്തിയേക്കണു. അതിന് ഒരു വർഷത്തിലൊരിക്കലെങ്കിലും വീട്ടിൽ പോകാൻ വേണ്ടി ഈ കന്യാസ്ത്രീ അമ്മ അവിടെ നിന്ന് വന്നു, ഇവിടെ നിന്ന് അതിനെ കൊണ്ടുപോകണു. ക്യാൻ യു ബിലീവ് ദിസ്? വാട്ട് എ സ്കാൻഡൽ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഇതൊക്കെ ഈ വകുപ്പിൽ പെടുമെന്ന് തോന്നണില്ലേ? നമ്മൾ ഈ ആങ്ങളമാരുടെയും പെങ്ങന്മാരുടെയും എല്ലാം ഈ കുടുംബകാര്യങ്ങളിൽ ഇടപെടരുത് പ്ലീസ്. അത് ഇടപെട്ടാൽ നിങ്ങൾക്കതെല്ലാം ആത്മീയമായ ഒരു വരണ്ട അനുഭവമായിരിക്കും. നിങ്ങളുടെ ആത്മീയത ശുഷ്കിച്ചു പോകും. അവരായി അവരുടെ പാടായി. നമ്മൾ മിഷനിൽ നിന്നൊക്കെ ആ പിള്ളേരെ കൊണ്ടുവന്ന ആൾക്കാരെ കൊണ്ടുവന്ന് വീട്ടിൽ വേലയ്ക്കൊക്കെ നിർത്തുന്നത് ഭയങ്കര തെറ്റാണ്. എന്നിട്ട് അതിൻ്റെ പുറകെ നമ്മൾ അവരെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും സമയം ചെലവാക്കണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടുണ്ടാവണോ? നമ്മുടെ വിളിയിലുള്ള ആ കമ്മിറ്റ്മെൻറ്റിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല നമുക്ക്. നമ്മളെ സമയം കർത്താവിനെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ഓരോ മിനിറ്റും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഞാനിത് വിമർശിക്കുകയല്ല. ഇതെല്ലാം നമ്മുടെ ആത്മീയതയും മിഷൻ വളരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഈ കുടുംബ അറ്റാച്ച്മെൻറ്റുകൾ വിട്ട് കർത്താവിന് വേണ്ടി. ഇപ്പം ഇതൊക്കെയാണ് കൊച്ചു ത്രേസ്യയുടെ അപ്പൻ മാനസിക രോഗി ആശുപത്രിയിൽ കിടന്നിട്ട് കൊച്ചു ത്രേസ്യ പോയില്ല. നമ്മളുടെ അവസ്ഥയാണെങ്കിൽ എന്തെന്ന് ആലോചിച്ച് നോക്കിയ. മിണ്ടാമടത്തിലാണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും പെർമിഷൻ ഉണ്ടാക്കി പോകും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റിലീജിയസ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ച്